സർവവിപത്തുകളുടെയും ദുഃഖത്തിൻ്റെയും കാരണം. അജ്ഞാനനാശകമാകണമെങ്കിൽ അഹങ്കാരം നശിക്കണം. ആ അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും നാശത്തിന് നല്ലതുപോലെ നമ്മളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ചരിതമാണ് ദക്ഷയാഗം. അപ്പോൾ ദക്ഷയാഗത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദക്ഷന് പുത്രിയായി സാക്ഷാൽ ആദിപരാശക്തിയായ ഭഗവതി വന്നു ചേർന്നു. ആ ഭഗവതിയെ തപസ് ചെയ്താണ് ദക്ഷൻ നേടുന്നത്. ആ സമയത്ത് തന്നെ ഭഗവതി അറിയിച്ചിരുന്നു, പുത്രി എന്ന ഭാവത്തിൽ ഞാൻ വരുന്നു എങ്കിലും ഞാൻ പരാശക്തിയായ ഭഗവതി തന്നെയാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും എന്നെ നിന്ദിക്കുവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും നമ്മൾ മഹത്വമുള്ളതിന് എന്ത് ചെയ്യാൻ പാടില്ല? തരം താഴ്ത്താൻ പാടില്ല. തരം താഴ്ത്തി സങ്കല്പിച്ചാൽ അതിൻ്റെ ദുഃഖം നമ്മൾക്ക് വന്നു ചേരും. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയിൽ പറഞ്ഞിരുന്നു. ദക്ഷ ഉപാധികളൊക്കെ അംഗീകരിച്ച ആളുമാണ്. അങ്ങനെ ദക്ഷപുത്രിയായിട്ട് സാക്ഷാൽ മഹാദേവി വന്നു. ഇവിടെ മഹാദേവി ദക്ഷപുത്രിയായി വന്നതിൻ്റെ പുറകിൽ ശിവനിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ആ ഒരു വരവിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആ വരവിൻ്റെ ഉദ്ദേശത്തോടു കൂടി ശിവനിലേക്ക് ആര് വന്നു? ദക്ഷപുത്രിയായ സതി വന്നു ചേർന്നു. ദക്ഷനാകട്ടെ ശിവനെ അത്ര കണ്ടങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളായിരുന്നില്ല. ബ്രഹ്മപുത്രനാണ് ദക്ഷനെങ്കിലും താനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപതി എന്നൊരു അഹങ്കാരഭാവം ആർക്കുണ്ട്? ദക്ഷനുണ്ട്. ഈ സ്ഥാനമാനങ്ങൾ പലരെയും എന്ത് ചെയ്യും? ദുഷിപ്പിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപൂർവ ജനതയോട് ദുഷിക്കലിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്നത്. സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ വഴുക്കലുള്ള പാറയിൽ കയറുന്നതിനേക്കാൾ അപകടമാണ്. അത്ര പെട്ടെന്നൊരാൾ അവൻ്റെ നന്മയിൽ നിന്ന് വഴുതി താഴേക്ക് പോകുന്ന ഒന്നാണ് സ്ഥാനമാനങ്ങൾ. അതുകൊണ്ടാണ് പൂന്താനം വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു എങ്ങനെയൊക്കെയോ നടക്കുന്നു ചിലർ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ ഈ ദക്ഷന് അഹന്ത വർദ്ധിച്ചു, ഗർവ് വർദ്ധിച്ചു. അങ്ങനെ വന്നതോടുകൂടി ദക്ഷൻ എല്ലാ സമ്പത്തിൻ്റെയും അധിപനാണല്ലോ. അധികാരി എന്ന് പറയുമ്പോൾ രാജാധികാരിയാകുമ്പോൾ എല്ലാ സമ്പത്തിൻ്റെയും അധികാരിയാണ്. ദക്ഷന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയപ്പെടുന്ന ദരിദ്രനാണ്. മനസ്സിലായില്ലേ? ദേവന്മാരുടെ ഇടയിൽ കിരീടങ്ങളോ വലിയ സ്വർണ്ണാഭരണങ്ങളോ ഒന്നും ധരിക്കാതെ പട്ടുവസ്ത്രങ്ങളും പട്ടുചേലകളും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഈശ്വരനാരാ? മഹാദേവനാണ് അല്ലേ? അപ്പൊ ആ മഹാദേവൻ ഒരർത്ഥത്തിൽ ദരിദ്രനാണ്. വസ്ത്രാഭരണങ്ങൾ പോലും ഇല്ലാത്തവനാണ്. മനസ്സിലായില്ലേ? പിന്നെയോ പ്രാകൃതനാണ്. കുളിയില്ല, നനയില്ല. ഇത് രണ്ടും ശിവന്റെ ഭാവത്തിൽ പറയുന്നില്ല. ജഡാവൽക്കങ്ങൾ കൊണ്ട് നിറഞ്ഞവനാണ്. പിന്നെയോ ചുടുകാട്ടിലെ ഭസ്മം വാരി പൂശുന്നവനാണ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ ഉണ്ട്. പക്ഷേ ഇവിടെ സതീദേവി തന്റെ തീവ്രമായ ഭക്തി കൊണ്ട് ഭഗവാനെ നേടി. ഭഗവാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ സതീദേവിയെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ഭാഗവത്തിൽ വർണ്ണിക്കുന്നില്ലെങ്കിലും ദേവി ഭാഗവത്തിലും ശിവപുരാണത്തിലും ഒക്കെ ആ ഭാഗങ്ങൾ ഇങ്ങനെ വർണ്ണിക്കും. ഓരോ പുരാണങ്ങൾ ഓരോ ദേവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെയൊക്കെ ശിവൻ തന്നെ നേരിട്ട് പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സതിയോട് പറഞ്ഞു, ശിവൻ അനാർഭടനാണ്, ശിവന് യാതൊരു വിധമായ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ സതി അതൊന്നും കേട്ട് കുലുങ്ങിയില്ല. സതി പറഞ്ഞു, എൻ്റെ ചിത്തം ആരിൽ ഉറച്ചിട്ടുണ്ട്? മഹാദേവനിലുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട ഒരു ഗുണപാഠമാണ്. എന്താ കാരണം? കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയരോഗത്തിന് നല്ല മരുന്നായി. മനസ്സിലായില്ലേ? ഭർത്താവിനെ കുറിച്ച് ഭാര്യയോടും ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോടും ആരെങ്കിലും വന്ന് പരദൂഷണം പറയാൻ വന്നാൽ അവരെ മുന്നിടത്ത് നോക്കി പറയാൻ സാധിക്കണം, എനിക്ക് ഉത്തമ വിശ്വാസം, മനസ്സിലായില്ലേ, എൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും ഉണ്ട് എന്ന് പരസ്പരമുണ്ടെങ്കിൽ അവിടെ ഈ രോഗം വരുത്തില്ല. ഇവിടെ ശിവൻ തന്നെ നേരത്തെ വന്ന് പറയുമ്പോൾ പാർവതി പറയുന്നു, എനിക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് മാറ്റമൊന്നും ഇല്ല. അങ്ങനെ അവസാനം തീവ്ര ഭക്തിയോടുകൂടി ആരെ പ്രാപിച്ചു? ഭഗവാനെ പ്രാപിച്ചു. അങ്ങനെ ഭഗവാനോടൊപ്പം ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ ഒരു യാഗസ്ഥലത്തേക്ക് ദേവന്മാരെല്ലാവരും എത്തിച്ചേർന്നു. അവിടെ ശിവനും ബ്രഹ്മാവും ഒക്കെ തന്നെ വന്ന് ഇരിപ്പുണ്ട്. ആ സ്ഥലത്തേക്ക് ദക്ഷൻ വരികയാണ്. ദക്ഷൻ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ഈ അധികാരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവര് നേരത്തെ വന്നിരിക്കുന്ന സ്വഭാവം കാണിക്കില്ല. കാണിക്കുമോ?
അവരായിരിക്കും ഏറ്റവും താമസിച്ച് വരുന്നത്. കാരണം ഈ താമസിച്ച് വരുന്നത് എന്നെ പ്രതീക്ഷിച്ച് എല്ലാവരും കാത്തു നിൽക്കുന്നത് എന്തോ ഒരു യോഗ്യത എന്ന് ധരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ജനസേവനം എന്ന് പറയണേ, മനസ്സിലായോ? ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കയ്യും പിടിക്കും, നമ്മുടെ കാലും പിടിക്കും, വീട്ടിലെ കൊച്ചിൻ്റെ മൂക്കളെയും പിടിഞ്ഞു കളയും. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യും. പക്ഷെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാലോ പിന്നെ അവരെ കാര്യം നമ്മൾ കാണത്തില്ല നമ്മുടെ മുറ്റത്തും. ഇതാണ് കാലത്തിൻ്റെ രീതി. അപ്പം അധികാരം എപ്പോഴും പലരെയും എന്ന് വെച്ചാൽ അധികാരം വേണ്ടാന്നുള്ളതല്ല, അത് ദുഷിക്കാതിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ നമുക്കും ഇതുപോലെയുള്ള ദുർഗതി വരും എന്നും കൂടെ ഇവിടെ പഠിക്കാം. അപ്പോൾ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ വരെ പഠിക്കേണ്ട ഒന്നാണ് ഭാഗവതം എന്ന് മനസ്സിലായോ? ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇന്ന് കുറച്ച് മുമ്പേ പറഞ്ഞ നമ്മൾ ഓരോ കുടുംബത്തിൻ്റെയും അല്ലേ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് നാട് ഭരിക്കുന്ന ഭരണാധികാരി വരെയും ഭാഗവതം പഠിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒഴിവാക്കി വെക്കാനുള്ള അറിവല്ല ഭാഗവതം. മനസ്സിലായില്ലേ? എല്ലാ തലത്തിൽപ്പെട്ടവരും ജനിച്ച കുഞ്ഞു തൊട്ട് മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് വരെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ് ഏത് ഭാഗവതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇവിടെ ബ്രഹ്മാവ് എല്ലാവരും ഇരിക്കുന്ന വേദിയിലേക്കാണ് ദക്ഷൻ കടന്നു വന്നു. ദക്ഷനെ കണ്ട ദേവന്മാരെല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു, എല്ലാവരും ബഹുമാനിച്ചു. എന്താ കാരണം? ഇപ്പം നാട് ഭരിക്കുന്ന ഒരാൾ ഇപ്പം നമ്മളെ ഒരിടത്ത് ഇരിക്കുകയാണ്, അവിടേക്ക് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ MLA യോ MP യോ ഒക്കെ വന്നാൽ നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേക്കും. ആ എഴുന്നേക്കുന്ന അയാളെ കണ്ട് പേടിച്ചിട്ടാണോ? അല്ല, അയാൾ വഹിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിച്ചിട്ടാണ് അല്ലേ? അത് അയാളെ ഉള്ള ബഹുമാനമാണെന്ന് തോന്നുന്നതാണ് അയാൾക്ക് പറ്റുന്ന അബദ്ധം. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? അത് അയാൾക്ക് പറ്റുന്ന അബദ്ധം അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗവതം അവിടെ ഇരിപ്പുണ്ട്. ഈ ഭാഗവതത്തെ നമസ്കരിക്കുന്നവർ ഭൂമി നമസ്കരിക്കുമ്പോൾ ആ സ്റ്റൂളിന് തോന്നുവാണ് എന്നെയാണ് നമസ്കരിക്കുന്നത് തോന്നിയാൽ. ശരിയാണോ? എന്തുകൊണ്ട് അതിനെ പറ്റി നമസ്കരിച്ചത്? ഭാഗവതം ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഭാഗവതം പറയുന്ന സമയത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലിരിക്കുമ്പോൾ ആചാര്യനെ വന്ന് ഭക്തർ നമസ്കരിക്കാറുണ്ട്. ആചാര്യന് തോന്നുവാണ് എന്നെയാണ് നമസ്കരിച്ചത് തോന്നിയാൽ അതോടുകൂടി ആചാര്യൻ വട്ടപൂജ്യമായി മാറും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന ഭാഗവതം ഉള്ളത് കൊണ്ടാണ് ആ നമസ്കാരം ലഭിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നം ഇല്ല. ഈ തിരിച്ചറിവാണ് എപ്പോഴും ജീവിതത്തിൽ വേണ്ടത്. ഈ തിരിച്ചറിവില്ലെങ്കിൽ പറഞ്ഞു മനസ്സിലായില്ലേ? ഈ തിരിച്ചറിവില്ലെങ്കിൽ പലപ്പോഴും പിന്നീട് അത് ദുഃഖത്തിൻ്റെ കാരണമായി തീരും. ഈ ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ പെട്ടുപോയിട്ടുള്ളവരാണ് ഈശ്വര ആരാധനയുടെ ഭാഗമായി ചേർന്ന് നിന്നിട്ടുള്ള ക്ഷേത്ര പൂജാരിമാരിൽ വലിയൊരു ശതമാനം. എന്താ കാരണം? ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വേളയിൽ അവർ ദേവശരീരം എന്ന നിലയിൽ മൂലമന്ത്രം കൊണ്ട് അവരെ ശരീരത്തെ ശുദ്ധമാക്കിയിട്ടാണ് പൂജ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് ആ പൂജാതി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വേളയിൽ അവരെ ദേഹത്ത് സ്പർശിക്കരുതെന്ന് ശാസ്ത്രമുണ്ട്. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു ശാസ്ത്രം ഇല്ല. പക്ഷെ അവർക്ക് തോന്നി ഇവിടെ വെച്ച് കൊള്ളാം, ആരും തുടരുത്, മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഏതോ കേമന്മാരാണെന്ന് വിചാരിച്ച് ഇവരൊരു ആചാരം ഉണ്ടാക്കിയെടുത്തു. അതാണ് പിന്നീട് അയിത്തമായി മാറിയത്. ആ ആചാരം ഉണ്ടാക്കിയെടുത്ത് അവർ ഇന്ന് അതിൻ്റെ പേര് കൊണ്ട് തന്നെ പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുക. ശരിയല്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആ പൂജാവേളയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ അതുള്ളൂ. അത് കഴിഞ്ഞാൽ അവരും നമ്മളും ഒക്കെ സാധാരണക്കാരാണ്, എല്ലാവരും ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ആ മന്ത്രചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കിയുള്ള സമയത്ത് ആ പ്രശ്നങ്ങളില്ല. അത് പൂജ കഴിഞ്ഞു, ആ ശരീരത്തെ നിന്നെടുത്ത പ്രാണനെ തിരിച്ച് ഉദ്ദേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ റോഡിൽ ഇറങ്ങി തൊട്ടുകൂടായ്മ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഈ തെറ്റിദ്ധാരണയിലേക്ക്, ഈ അബദ്ധത്തിലേക്ക് എത്തി. ഇവിടെ ബ്രഹ്മപുത്രനായ ബ്രഹ്മാവിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ പൂജാരിമാർക്ക് പറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് പറ്റും, സ്വാഭാവികം. നിങ്ങൾക്കും എനിക്കും വേണമെങ്കിൽ ഈ അബദ്ധം പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു കർമ്മത്തിൻ്റെയും തെറ്റായ പാതകൾ നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ സാധനം. അപ്പൊ ബ്രഹ്മാവ് അവിടെ കടന്നു വരുന്ന ബ്രഹ്മപുത്രനായ ദക്ഷനെ കണ്ടപ്പോൾ എല്ലാവരും നമസ്കരിച്ചു. ദക്ഷൻ നോക്കിയപ്പോൾ 2 പേര് എഴുന്നേറ്റിട്ടില്ല. ഒന്ന് ആരാണ്? ശിവനും ഒന്ന് ബ്രഹ്മാവുമാണ്. ബ്രഹ്മാവ് എഴുന്നേക്കാത്തത് കൊണ്ട് പരാതിയൊന്നും വന്നില്ല. കാരണം ബ്രഹ്മാവ് പിതാവാണല്ലോ. അപ്പൊ പിതാവായ ബ്രഹ്മാവ് എഴുന്നേക്കണമെന്ന് നിർബന്ധം വന്നില്ല. പക്ഷേ
മഹാദേവനെ നോക്കിയപ്പോൾ മഹാദേവൻ അവിടെ തന്നെ ഇരിക്കുക. ഇവിടെ മഹാദേവനാകട്ടെ തൻ്റെ മകളുടെ ഭർത്താവാണ്. അങ്ങനെയാണെങ്കിൽ മരുമകനാണ്. അപ്പം മരുമകൻ അമ്മായിയപ്പനെ കണ്ട എഴുന്നേക്കണ്ടേ? അപ്പം മഹാദേവനാണ് എന്ന മുഖ്യമായ ധർമ്മത്തെ വിസ്മരിച്ചുകൊണ്ട്, മനസ്സിലായില്ലേ, മരുമകൻ എന്ന ഭാവത്തിലേക്ക് ആരെ കണ്ടു? മഹാദേവനെ കണ്ടു. അതുകൊണ്ടാണല്ലോ എഴുന്നേക്കാത്തതിൽ ദേഷ്യം വന്നത്. മഹാദേവനായി കണ്ടായിരുന്നെങ്കിൽ ദേഷ്യം വരുമായിരുന്നോ? അത് മനസ്സിലായില്ലേ? വിവേകം നഷ്ടപ്പെടുന്നത് അഹങ്കാരം ഉയരുമ്പോഴാണ്. അഹങ്കാരം ഉയർന്ന് വിവേകം നഷ്ടപ്പെട്ടാൽ ശരിയായ ബോധം തകരും, വിസ്മൃതിയിലാളും. അതുകൊണ്ടാണ് മഹാദേവൻ എന്ന ബോധം നഷ്ടപ്പെട്ടത്. അതോടുകൂടി മഹാദേവനെ ശകാരിച്ചു, അപമാനിച്ചു. അമംഗളൻ, കുളിയില്ലാത്തവൻ, വസ്ത്രങ്ങൾ ധരിക്കാത്തവൻ, ദിഗംബരൻ, ചുടലഭസ്മധാരി, മനസ്സിലായില്ലേ, എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു. പക്ഷെ ഭഗവാനാവട്ടെ തിരിച്ച് യാതൊന്നും പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? ഭഗവാൻ ഇവിടെ വേണമെങ്കിൽ ദക്ഷനെ അഹങ്കാരി എന്ന നിലയിൽ കണ്ടുകൊണ്ട് വധിക്കാം, അല്ലേ? വധിച്ചൂടെ? വധിക്കാം. പക്ഷേ മറുഭാഗത്ത് ഭഗവാൻ ദക്ഷന്റെ കണക്ക് താഴാൻ തയ്യാറായില്ല. ഭഗവാൻ എന്ത് ചെയ്തു? മുഖ്യമായ ധർമ്മത്തെ കണ്ടു. മുഖ്യമായ ധർമ്മത്തെ കാണുമ്പോൾ അഹങ്കാരിയാണെങ്കിലും തൻ്റെ ഭാര്യാപിതാവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ഉന്നതമായ ഭാവത്തെ കളഞ്ഞ് താഴ്ത്തി കണ്ടു, ഭഗവാൻ തിരിച്ച് ഉന്നതമായ ഭാവത്തെ കണ്ടു. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെ കാണുന്ന സമയത്തും അവരെ വിലയിരുത്തുന്ന സമയത്തും അവരിലുള്ള കുറവുള്ള വിഷയത്തെ അല്ല കാണാൻ ശ്രമിക്കേണ്ടത്, മനസ്സിലായില്ലേ? അവരിലുള്ള നല്ല ഭാവത്തെ കാണാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആ നിലയിൽ തരം താഴ്ത്തി കണ്ടു, ഭഗവാൻ നേരെ തിരിച്ചു കണ്ടു. ഭഗവാൻ അതുകൊണ്ട് അവിടം വിട്ടുപോയി. ഈ സമയത്ത് നന്ദികേശൻ ഇത് സഹിച്ചില്ല. നന്ദികേശൻ എന്ത് ചെയ്തു? നന്ദികേശൻ ദക്ഷനെ ശപിച്ചു. നിന്റെ തല നഷ്ടപ്പെട്ടു പോകട്ടെ. കാരണം ഭഗവാനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ആ ബുദ്ധി പിന്നെന്താണ്? നശിച്ചതിന് തുല്യമാണ്. നശിച്ച ബുദ്ധിയോടുകൂടി ഒരു തല ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലല്ലേ? ബുദ്ധിയുടെ ഇരിപ്പടോ അല്ലേ തീരത്ത്? അപ്പോൾ ആ ബുദ്ധി നഷ്ടപ്പെട്ടു പോകട്ടെ. അതാണ് തല തെറിച്ച് പോകട്ടെ. ആ തല തെറിച്ച് പോകട്ടെ, തല നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. ഇവിടെ തിരിച്ച് ദക്ഷൻ നന്ദികേശനെയും ശപിച്ചു. ശിവന്റെ ഭൂതഗണങ്ങളൊക്കെ സ്ഥിരതയില്ലാത്തവരായിപ്പെട്ട അസ്ഥിരരായി പോകട്ടെ എന്ന് ശപിച്ചു. ഒരിടത്ത് സ്ഥിരമായി വസിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാവട്ടെ എന്ന് തിരിച്ചു ശപിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശാപവൃത്താന്തങ്ങളൊക്കെ ഉണ്ടായി. ഇവർ രണ്ടു ഭാഗത്തേക്ക് പിരിഞ്ഞു. ഇവിടെ നന്ദികേശന് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നന്ദികേശൻ. ഭഗവാന്റെ ആരാധനകളിലും അതീവ പ്രാധാന്യമുള്ള, നമുക്കറിയാം ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആരാധനാലയത്തിലും ഒരുപോലെയാണോ? ചില വ്യത്യാസങ്ങളുണ്ടാവും, അല്ലേ? അതിലൊരു പ്രകടമായ വ്യത്യാസമുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ശിവഭഗവാന്റേത്, അല്ലേ? ശിവഭഗവാനെ നമ്മൾ നേരെ ചെന്ന് തൊഴുന്ന സമയത്ത് ആ തൊഴുന്നത് എങ്ങനെ ആയിരിക്കണം? മറ്റേത് ദേവനെയും നേരിട്ട് തൊഴുതാം, ശിവഭഗവാനെ നേരിട്ട് തൊഴുതാൻ പാടില്ല. ഞാൻ പ്രദക്ഷിണത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. നേരിട്ട് തൊഴുതാൻ പാടില്ലെന്ന് പറഞ്ഞു ചെന്നാലും ഉടനെ. നന്ദികേശനോട് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ ശിവനെ തൊഴുതാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങൾ പഠിക്കുകയും കൂടി വേണം. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ, മറ്റേത് ദേവന്റെ ക്ഷേത്രത്തിലും ദേവവാഹനം മുന്നിലില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ശിവക്ഷേത്രത്തിൽ ദേവവാഹനം മസ്റ്റാണ്. മനസ്സിലായി? മറ്റ് ദേവക്ഷേത്രങ്ങളിൽ ദേവവാഹനം വേണമെങ്കിൽ അവിടെ സോപാന മണ്ഡപമൊക്കെ വേണം, പ്രത്യേകിച്ച്, അല്ലേ? അവിടെ മണ്ഡപമൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ ദേവവാഹനം വെക്കുന്നത്. ശിവഭഗവാന്റെ വാഹനത്തിന് അതില്ല. കാറ്റത്തായാലും മഴയത്തായാലും വെയിലത്തായാലും ഒരു പ്രശ്നമില്ല. ഭഗവാന്റെ വാഹനം മുമ്പിൽ വേണം, നിർബന്ധം. അവിടെ ആ ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് നന്ദികേശനോട് അനുവാദം വാങ്ങണം. നന്ദികേശ മഹാഭാഗോ ശിവാജ്ഞപ്രദായക ഗൗരീ ശങ്കര സേവാർത്ഥാം അനുജ്ഞാം ദാതുമർഹസി എന്ന് ചോദിച്ച അനുവാദമാണ്. അനുജ്ഞ നൽകിയാലും, അനുജ്ഞ വെച്ചാൽ അനുവാദം. ഗൗരീ ശങ്കര സേവാർത്ഥം, ഗൗരീ ശങ്കരന്മാരെ ഒന്ന് സേവിക്കുന്നതിന് എനിക്ക് നീ അനുവാദം നൽകണം. നന്ദികേശ മഹാഭാവു, നന്ദികേശ ആ ഭഗവാന്റെ ആ ഭാഗസ്വരൂപനായവനെ, മനസ്സിലായില്ലേ?
ശിവന് ഏറ്റവും പ്രിയം. അതുകൊണ്ട് നന്ദികേശനെ നമസ്കരിച്ച് മാത്രമേ ശിവനെ നമസ്കരിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ശിവനോട് നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം മനസ്സിലായില്ലേ, ബലമില്ലാത്തതായി തീരും. കാരണം റെക്കമെൻഡേഷൻ ആളിരിപ്പുണ്ട് അവിടെ. നമ്മൾ പറയത്തില്ലേ, മന്ത്രിമാർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറിമാരെയോ പിയൂണിനെയോ പിടിച്ച് ഓർമ്മപ്പെടുത്തണമെന്ന് പറയുന്ന കണക്ക് ഭഗവാന് മാത്രം റെക്കമെൻഡേഷൻ ഒരാളുണ്ട്, അത് നന്ദികേശനാണ്. ഓരോ ആരാധനകൾക്കും ഇത്തരം പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ധരിക്കാം. ശരി, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു. അതോടുകൂടി മാനസികമായ അകലത്തിലേക്ക് എത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ദക്ഷന്റെ യാഗത്തിന് രണ്ട് തരത്തിലുള്ള ഉദ്ദേശമുണ്ട്. യാഗങ്ങളൊക്കെ ഈ ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്നതാണ്, അതൊരു ഉദ്ദേശം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ശിവനെ ഒന്നുകൂടി അവഹേളിക്കണം എന്നൊരു ഉദ്ദേശം ആർക്കുണ്ട്? ദക്ഷനുണ്ട്. അതായത് ഈ മറ്റുള്ളവരുടെ തിന്മകളെ കാണുന്ന വ്യക്തികളുടെ ഉള്ളിൽ പക എന്നും ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാൾ അവിടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ മൂർഖം പാമ്പ് വസിക്കുന്ന പൊത്തിൻ്റെ കണക്കാണ്. വിശ്വസിച്ച് ആർക്കും അവിടെ കൈയിടാൻ പറ്റത്തില്ല. പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പോൾ സജ്ജനങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ തിന്മകൾ കാണുന്ന ശീലം ഉണ്ടാകരുത്. നേരെ മറിച്ച് അവരുടെ നന്മകളെ കാണാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഈ പകയും വിദ്വേഷവും ഒക്കെ നിലനിൽക്കില്ല, ഇല്ലാതാവും. ഇപ്പോൾ അങ്ങനെയാണോ? ആണോ? ഈ പകയും വിദ്വേഷമൊക്കെ നമ്മുടെ ജീവിതത്തെ അന്യരോട് മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് പ്രശ്നത്തിൽ പോയി ചിലപ്പോൾ തലയിടാറുണ്ട്. അതിലൊരെണ്ണത്തിൽ ഇടപെട്ടപ്പോൾ 28 വർഷം ഒരുമിച്ച് ജീവിച്ച, മനസ്സിലായില്ലേ, മക്കളുടെ മക്കളായ സമയത്ത് ഭാര്യാഭർത്താക്കന്മാർ നമ്മളുടെ വഴക്കാണോ തീർപ്പാക്കാൻ പോയത്. അപ്പോഴാണ് ഈ അമ്മ പറയുന്നത്, നിങ്ങളാണ് ശരിയെന്ന് എനിക്ക് പണ്ടേ അറിയാം, കല്യാണം കഴിച്ച് 4ൻ്റെ അന്ന് നിങ്ങൾ ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. അന്നത്തത് ഇപ്പം മനസ്സിൽ വെച്ചിട്ട് 28 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കിടന്ന് അടികൂടുക. ഒന്ന് ആലോചിച്ച് നോക്കേ. ഒലക്കൊക്കെ അടിച്ചാൽ പോലും മതിയാവത്തില്ല, അത്രയും കുഴപ്പത്തിൽ സ്വന്തം ജീവിതത്തെ തകർക്കുകയാണ്. ഇങ്ങനെയാണ് മനസ്സിൽ പലതും വെച്ച്, അല്ലേ, ആവശ്യമില്ലാത്തത് പലതും എന്ത് ചെയ്യും, ചുരുട്ടി കൂട്ടി ഉള്ളിൽ ഇങ്ങനെ ഇട്ട് ഡംപ് ചെയ്ത് യഥാർത്ഥത്തിൽ വേസ്റ്റ് ബോക്സിനേക്കാളും ചീഞ്ഞു നാറുന്ന ദുർഗന്ധപൂരിതമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റി അതിൻ്റെ ദുർഗന്ധം സ്വയം അനുഭവിച്ച് ദുഃഖിക്കുന്നവരല്ലേ നമ്മളിൽ ഏറിയ പേര്, അല്ലേ? ആണെന്നേ, അതാണ് സത്യം. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യം തന്നെയാണ് എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചാൽ പ്രശ്നം തീർന്നു. ഇതൊക്കെ നമ്മുടെ ചിന്തയുടെ വിഷയങ്ങളാണ്. മനസ്സിലായില്ലേ? ഇവിടെ ദക്ഷനാകട്ടെ അന്നത്തെ പിണക്കമായിട്ട് വെറുതെ പോയായിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇണക്കില്ലെങ്കിൽ വേണ്ട, ഇണങ്ങാൻ പോകണ്ടായിരുന്നു. പക്ഷേ ആ പിണക്കം ഒരു പകയാക്കി മാറ്റി വീണ്ടും ഒരാളിനെ അവഹേളിക്കാൻ, അല്ലേ? ഒരു തവണ അവഹേളിച്ചപ്പോൾ ആൾ മിണ്ടാണ്ട് പോയി. അതെങ്കിലും കൊണ്ട് നിർത്താതെ വീണ്ടും ആളിനെ അവഹേളിക്കാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അളമുട്ടിയാൽ ചേരയും കടിക്കും. സാധാരണ കടിക്കാൻ മറന്നു പോകുന്നൊരു സാധനം ചേര. പക്ഷെ ഗതി കേട്ട് അതിനെ സ്ഥിരമായി പോയി പുറകിൽ ചെന്ന് ചവിട്ടിയാൽ അത് മനസ്സിലായില്ലേ? അപ്പൊ കൊടുത്തു വാങ്ങുക എന്നൊക്കെ പറയത്തില്ലേ? ദക്ഷൻ അതിലേക്ക് എത്തി. എന്ത് കാരണം? ഇതിനെല്ലാം കാരണം ദക്ഷന്റെ അഹങ്കാരമാണ്. അഹങ്കാരത്തിന്റെ ദോഷത്തെ ബോധിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഈ കഥ കൂടുതൽ സമയമെടുത്ത് വിസ്തരിച്ച് പറയുന്നത്. മനസ്സിലായോ? ഭഗവത് ഭക്തി കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറി ഇടുന്നതോ കഴുത്തിൽ രുദ്രാക്ഷം ധരിക്കുന്നതോ, മനസ്സിലായില്ലേ, വസ്ത്രം മാറി കാഷായം ഉടുക്കുന്നതൊന്നും അല്ല. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം നശിക്കുന്നതാണ്, മാറുന്നതാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ ഉള്ള ഒരു കഥയായതുകൊണ്ടാണ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ഭാഗവും നിർത്തി എടുത്തു പറഞ്ഞ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ യാഗം സംഘടിപ്പിച്ചു, എല്ലാ ഒരുക്കങ്ങളും നടന്നു. ആ യാഗസ്ഥലത്തേക്ക് ആരെ വിളിച്ചില്ല? ശിവനെ വിളിച്ചില്ല. എന്താ കാരണം? അവഹേളിക്കാനുള്ളൊരു വഴി. ശിവനെ കാണാത്തപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ, ശിവൻ എന്തിയെ?
അയാളെ ഇവിടൊക്കെ കയറ്റാൻ കൊള്ളാവോ? ഇങ്ങനെയുള്ള നല്ല കാര്യം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റാൻ കൊള്ളാത്തവനാണ് ശിവനെന്ന് ബോധ്യപ്പെടുത്തണം ലോകത്തിനെ. ആർക്ക്? ദക്ഷന്. മനസ്സിലായി? അവഗണിച്ച് അവഹേളിക്കുക, ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി. ഈ സമയത്താണ് ഇവിടെ ഈ യാഗം നടക്കുന്ന വിവരം സഹോദരിമാര് ഭർത്താക്കന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നത് കണ്ട ആരറിയുന്നു? സതീദേവി അറിയുന്നു. സതീദേവി കാര്യമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി തൻ്റെ ഭർത്താവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, നമുക്കും യാഗത്തിന് പോകാം. മഹാദേവൻ പറഞ്ഞു, അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് പോകരുത്, അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ ദുഃഖത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പക്ഷേ സതീദേവിക്ക് അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ സതീദേവി വീണ്ടും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിനു വേണ്ടി നിർബന്ധിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് സതീദേവി നിർബന്ധിച്ചത്? അപ്പൊ നമുക്ക് തോന്നും സതീദേവി ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാത്ത ആളാണോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം, അല്ലേ? ഭർത്താവ് പറഞ്ഞല്ലോ പോകണ്ട എന്ന്, പക്ഷെ അത് അനുസരിക്കാത്തതല്ല. ഇവിടെ ദേവി ദക്ഷപുത്രിയായി ജനിച്ചപ്പോൾ പറഞ്ഞിരുന്നുവല്ലോ, യാതൊരു കാരണവശാലും നിന്ദിക്കുവാനുള്ള ഇട ഉണ്ടാവരുത്. ഇവിടെ തൻ്റെ ഭർത്താവിനെ നിന്ദിച്ചാൽ ആ നിന്ദ ഭർത്താവിന് മാത്രമല്ല ബാധകം, ആർക്കും ബാധകമാണ്? അദ്ദേഹത്തിനോടൊപ്പം കഴിയുന്ന ഭാര്യയ്ക്കും ബാധകമാണ്. യോഗ്യതയില്ലാത്തവനാണ് ശിവനെങ്കിൽ അയോഗ്യനായ യോഗ്യതയില്ലാത്ത ആളിനെ വരിച്ച് കൂടെ താമസിക്കുന്ന ഭാര്യയും അത്തരക്കാരിയാണെന്ന് വരുത്തില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നേരിട്ടല്ലെങ്കിൽ പോലും ദക്ഷന്റെ നിന്ദയ്ക്ക് പാത്രമായി ആര് മാറി? സതീദേവി മാറി. പറഞ്ഞ ആശയം മനസ്സിലായി? ഇതാണ് അമ്മമാര് പണ്ട് ചിന്തിച്ചിരുന്ന ഒരു ചിന്ത, ഭാര്യാധർമ്മത്തിൽപ്പെട്ടു. മനസ്സിലായില്ലേ? ഒരു തരത്തിൽ പോലും തൻ്റെ ഭർത്താവിനെ നിന്ദിക്കുകയോ മറ്റുള്ളവർ നിന്ദിക്കാനുള്ള ഇടയെ ആര് കൊടുത്തിരുന്നില്ല? അമ്മമാര് കൊടുത്തില്ല. അതുകൊണ്ടൊരു ചൊല്ലു പറയും, നാരിക്ക് പതി തന്നെ ഈശ്വരൻ എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ആവണമെങ്കിൽ ഭർത്താക്കന്മാരും കുറച്ച് നേരെ ആവണം, അത് വേറെ സത്യം. മനസ്സിലായില്ലേ? ഒരു ഭാഗം മാത്രം പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. ഭർത്താവ് ഭാര്യയെ സഹധർമ്മിണിയായി കരുതണം. തൻ്റെ ജീവിതത്തിൻ്റെ ശിവഭഗവാൻ എങ്ങനെയാണോ തൻ്റെ വാമഭാഗം, ശരീരത്തിൻ്റെ പകുതി ഭാഗം അവിടെ പാർവതിക്ക് നൽകിയത്, അതുപോലെ തുല്യതാഭാവത്തിൽ ആരെ കാണണം? സ്ത്രീയെ കാണും. അങ്ങനെ കണ്ടാൽ ആ സ്ത്രീ ഈശ്വര തുല്യമായ ആരെ കാണും? ഭർത്താവിനെ കാണും. അതല്ലാതെ കണ്ടാൽ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ നിർവാഹം. ഇവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നും. അപ്പോ ഇവിടെ ഒരു കാരണവശാലും നിന്ദിക്കുന്ന ഭാവമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി ഒന്ന് എടുത്തു നോക്കേ. ഇന്ന് നാട്ടുകാരെ നിന്ദിക്കട്ടെ, ആദ്യം നിന്ദിക്കുന്ന ഭാര്യ അല്ലേ? പണ്ടൊക്കെ കാലത്ത് നമ്മുടെ വീട്ടിലെ അമ്മമാര് ഭർത്താക്കന്മാരെ അങ്ങുന്നേന്ന് വിളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, അല്ലേ? പിള്ളേരുടെ അച്ഛ എന്ന് വിളിക്കും, ജ്യേഷ്ഠ എന്ന് വിളിക്കും, അവിടുന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ഒരു ബഹുമാനത്തിന്റെ വാക്കിൽ ഒരിക്കൽ പോലും മാറാതെയാണ് വിളിക്കുന്നത്. ഇന്നതൊക്കെ മാറി മാറി നമ്മൾ എവിടെ എത്തി? പേര് വിളിക്കുന്ന മോഡേണായി, പേര് വിളിയായി. പേരും കുഴപ്പമില്ല, പേരാരെ വേണമെങ്കിലും വിളിക്കാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭദ്രകാളി എന്നല്ലേ വിളിക്കുന്നത്? ഭദ്രകാളി മുത്തശ്ശി എന്ന് വിളിക്കാറില്ലല്ലോ. ശിവൻ കൊച്ചാട്ടാന്ന് വിളിക്കാറുണ്ട്, ശിവ എന്ന്. അത് പേര് അർഹമാണ്. നമുക്ക് ആരോടെ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മൾ പേരല്ലേ വിളിക്കുന്നത്? പേര് വിളിക്കുക, എത്ര പ്രായമൊന്നും പേരിന് തടസ്സമില്ല. പക്ഷെ ഇപ്പൊ പേരും കടന്ന് ഇഷ്ടം കൂടിയപ്പോൾ കുട്ടായെന്നായി. 10 പേരെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇഷ്ടം കുറച്ചുകൂടെ കൂടുമ്പോൾ എന്തായി മാറി? കുട്ടൻ മാറിയപ്പോൾ പൊട്ടനായി. ഇപ്പൊ ഭർത്താവിനെ മറ്റുള്ളവരെ മുമ്പ് വെച്ച് ഈ പൊട്ടൻ ഒന്നും അറിയത്തില്ല, വാ ഇങ്ങോട്ട് എന്ന് പറയുന്നത് എന്തോ വലിയ മോഡലിന് കണക്കാണ്. ഇത് കേട്ടുകൊണ്ട് അവന് കുഞ്ചിരാമന്റെ കണക്ക് കൂടെ കൂടും. എന്താ കാരണം? അവൻ പൊട്ടനാണ്. പൊട്ടനായതുകൊണ്ടാണല്ലോ ഇതൊക്കെ കേട്ട് കൂടെ കുണിങ്ങള്. എന്നിട്ട് പറയും ഇതെല്ലാം മോഡലാണ്. മനസ്സിലായില്ലേ? പരസ്പര ബഹുമാനവും ആദരവും സ്നേഹവും നഷ്ടപ്പെട്ടാൽ കുടുംബജീവിതത്തിന്റെ താളം തെറ്റാൻ വലിയ സമയമൊന്നും വേറെ വേണ്ട. മനസ്സിലായോ? പണ്ട് കാലത്തൊക്കെ വിവാഹം കഴിച്ച കാലഘട്ടത്തില് ദാരിദ്ര്യവും പട്ടിണിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലേ? ഇന്നത്തെ കണക്ക് ഒരു മക്കളെയോ 2 മക്കളെ അല്ല വളർത്തിയത്, 10ഉം 12ഉം മക്കളെ വരെ വളർത്തി. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് കയറിക്കിടക്കാനുള്ള നല്ല കിടപ്പാടം പോലുള്ള ജീവിച്ചിരുന്ന സമയത്ത് പോലെ പരസ്പര ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ടായതുകൊണ്ട് മരണം വരെയും ഭാര്യാഭർത്താക്കന്മാര് ഒരുമിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്തിന്റെ ഗതി എന്താണ്? ഇന്നത്തെ കാലത്തെ ഗതി എന്താ?
ഡൈവോഴ്സിലേക്കും ആത്മഹത്യയിലേക്കും വെല്ലുവിളികളിലേക്കും അല്ലേ, ചർച്ചകളിലേക്കും, പിന്നെ ആരെങ്കിലുമൊക്കെ ആണി അടിച്ച് ഉറപ്പിച്ച് വെക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മുടെ കുടുംബജീവിതം എത്തിച്ചേരുന്നു. ഇതൊക്കെ നമ്മളൊന്ന് കൃത്യമായി വിലയിരുത്തുക. ശരി, രക്ഷയാകും ഇത്ര അപകടമാണെന്ന് വിചാരിച്ചില്ലല്ലേ? ഓരോ കഥകളും ഇങ്ങനെ തന്നെയാണ് വിശദീകരിച്ചാൽ. അപ്പോൾ ഇവിടെ ഭഗവതി അവിടേക്ക് പോകാൻ തയ്യാറെടുത്തു. ഇനി മറ്റൊരു ഉദ്ദേശം ഭഗവതിക്കുണ്ട്. ദക്ഷൻ ഇങ്ങനെ നിന്ദിച്ചത് ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടാണെങ്കിൽ ആ അവസ്ഥ മാറ്റി തെറ്റ് തിരുത്തി പ്രായച്ചിത്തത്തിനുള്ളൊരു അവസരം കൂടി കൊടുക്കുക. താൻ അവിടെ ചെന്നാൽ ഒരുപക്ഷെ തന്നെ കാണുന്ന മാത്രമേ തന്നോടുള്ള സ്നേഹം കൊണ്ട്, മനസ്സിലല്ലേ, ശിവനോടുള്ള ദേഷ്യം മാറി ശിവനെ ക്ഷണിച്ചാലും അപ്പൊ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം കൂടി തൻ്റെ പിതാവിന് വെച്ചു നീട്ടുകയാണ് ആര്? ഭഗവതി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഭഗവതിക്കുണ്ട്. ഇനി അങ്ങനെയും തെറ്റ് തിരുത്തുന്നില്ലെങ്കിലോ ദക്ഷന് തക്കതായ ശിക്ഷ കിട്ടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം വന്നു ചേരണം. അത് ആരാണെങ്കിലും വന്നു ചേരണം. അതിനുള്ള അവസരത്തെ സൃഷ്ടിക്കുകയും വേണം. ഈ 3 ചിന്തയോട് കൂടിയിട്ടാണ് ആര് പോകുന്നത്? സതീദേവി ഭർത്താവിൻ്റെ അടുത്ത് അവസാനം ശിവൻ അനുവാദം കൊടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞു, അപമാനമേറ്റ് നീ തിരികെ വരരുത്. എന്താ കാരണം? അപമാനമേറ്റ വരില്ല എന്ന് ആർക്കറിയാം? മഹാദേവൻ അറിയാം. മനസ്സിലായില്ലേ? എന്താ അപമാനമേറ്റ വരില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സതിയായി വന്നിട്ടല്ല യഥാർത്ഥത്തിൽ ഭഗവാനോടൊപ്പം ദേവി വസിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടി കാലത്തു തന്നെ യഥാർത്ഥത്തിൽ ആദിപരാശക്തിയായ ദേവി ത്രിഭാവങ്ങളിലായി ത്രിമൂർത്തികളോടൊപ്പം ഉണ്ടായിരുന്നു. ഗൗരിയായി, വാണിയായി, മനസ്സിലായില്ലേ? അവിടെ രമയായി വിഷ്ണുവിനോടൊപ്പം, ഉമയായി ശിവനോടൊപ്പം, അവിടെ വാണിയായിട്ട് ബ്രഹ്മാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ദേവി ത്രിമൂർത്തികളോട് പറഞ്ഞിരുന്നു, ഒരു തരത്തിൽ പോലും എൻ്റെ ഭാവത്തെ പരിഹസിക്കരുത്, അതിൻ്റെ മഹത്വത്തെ കുറച്ച് കാണരുത്. മനസ്സിലായോ? ഭാര്യയാണെന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യരുത്? അടിമയാണെന്ന് വിചാരിച്ച് പരിഹസിക്കരുത്. നമ്മളൊന്ന് ആലോചിക്കുക. ഇത് പറഞ്ഞ പുരാണമുള്ള ഹിന്ദുവിൻ്റെ ജീവിത രീതിയിലാണ് ഇന്ന് ചില ആൾക്കാർ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഹിന്ദു ധർമ്മത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാന്ന്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇന്ന് വഴിതെറ്റി ഇങ്ങനെ പറയുന്നവരുടെ ഒപ്പം ചാടി ഇല്ലാത്ത പേക്കോലമാടി ജീവിച്ച്, അല്ലേ, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ കേട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുന്നവരെ. ഇത്രയും സ്വാതന്ത്ര്യം, സ്വന്തം ഭാര്യയെ പോലും ബഹുമാന പുരസ്സരം കാണണമെന്നും അവഹേളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇത്രയും പരിരക്ഷയും സ്വാതന്ത്ര്യം വേറെ ഏതെങ്കിലും ദർശനത്തിൽ കണ്ടിട്ടുണ്ടോ? പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും വേറെ ചില ദർശനങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വേണമെങ്കിൽ അനുസരണയില്ലാത്ത ഭാര്യയെ തല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അവിടെയാണ് ഈ സ്വാതന്ത്ര്യം. ഇവിടെ നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്ഥാനം അമ്മയ്ക്കാണ് കൊടുക്കുന്നത്, അല്ലേ? ആദ്യ സ്ഥാനം അമ്മയ്ക്കാണ്. എത്ര വലിയ ഇതൊക്കെയാണ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തെറ്റിദ്ധാരണകളിൽ നമ്മൾ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ അറിവ് നേടാത്തിടത്തോളം കാലം നമ്മളെ ചൂഷണം ചെയ്യുന്നത് കുറയോ കൂടുവോ? ഇതിനാണ് നമ്മുടെ ആധ്യാത്മികമായ, നമ്മുടെ ധാർമ്മികമായ, നമ്മുടെ സാംസ്കാരികപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാവണം. ഇത്തരം പഠനങ്ങളില്ല എങ്കിൽ നമ്മുടെ ആധ്യാത്മിക സ്ഥാനങ്ങൾ പോലും കാലാന്തരത്തിൽ മൂല്യങ്ങളില്ലാത്തതായി നശിക്കും. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ. തുറന്നു പറയാൻ വിഷമം തോന്നുന്നത്. ഭഗവാനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളായി വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് പൂജ നടക്കും. അത് കഴിഞ്ഞ് ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ഉത്സവാദി കാര്യങ്ങളിൽ ഭഗവത് ചിന്ത ലവലേശം തൊട്ടു തീണ്ടാത്ത ഗാനമേള, മിമിക്സ് പരേഡ്, ആഭാസകരമായ പരിപാടികളും ചെണ്ടമേളവും അങ്ങനെയുള്ളതും ധനധൂർത്തും, മനസ്സിലായില്ലേ, മദ്യപിച്ച് കൂത്താടുന്ന കേന്ദ്രങ്ങളായി അധപ്പതിച്ച് ആഘോഷ പെരുമയുടെ പേര് പറഞ്ഞ് ഭഗവാന്റെ പേര് പറഞ്ഞ് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന സർവവൃത്തികേടുകൾ ഇന്ന് വന്നിട്ടില്ലേ ക്ഷേത്രങ്ങളിലേക്ക്?
ഉണ്ടോ ഇല്ലയോ? മനസ്സിലായില്ലേ? യാഥാർത്ഥ്യത്തോടെ എന്തിനാണ് ക്ഷേത്രമെന്ന തിരിച്ചറിവ് പോലും നിലനിർത്താനും അതിനെ ചിട്ടയോടെ പരിപാലിക്കാനുമുള്ള ആർജവം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ ഈ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. ശരിയല്ലേ? ആ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ വന്നുള്ള ഗതികേട് എന്താന്ന് ചോദിച്ചാൽ, വിനായക ചതുർത്ഥിയില് അല്ലേ, ഗണപതിയെ പൂജിക്കുന്നതിൽ പ്രധാനപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. ഈ വിനായക ചതുർത്ഥിയിൽ ഇപ്പോ ആനയെ കൊണ്ട് നിർത്തിയിട്ട് ഗണപതിയാന്ന് പൂജിക്കുന്ന ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഹിന്ദു സമൂഹം. ആന ഒരു ജീവിയാണ്, അതിന് ഭക്ഷണം കൊടുക്കുകയോ, പശുവിനെ പൂജിക്കുക, ആടിനെ പൂജിക്കാം, പട്ടിയെ പൂജിക്കാം, ആനയെ പൂജിക്കാം. പക്ഷെ ഗണപതിയാണെന്ന് പറഞ്ഞ് പൂജിക്കാൻ പാടില്ല. കാരണം ഗണേശൻ തത്വബോധമാണ്. ആനയുടെ തല എന്നത് സാങ്കല്പികമാണ്, ഗുണാത്മകതയെ മനസ്സിലാക്കാനുള്ള തത്വരൂപമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഭഗവാൻ എന്ന് ഈ പറയുന്ന രൂപം തന്നെയാണെന്നൊന്നും നമ്മൾ ധരിക്കുക. ആ രൂപം ഒരാശയത്തെ പകരാനുള്ളതാണ്. പക്ഷെ ഇപ്പോ അതിനെ ആനയെ കൊണ്ട് നിർത്തി ആന ഗണപതിയാണെന്ന് പറഞ്ഞ് പൂജിക്കുന്ന ഗതികേടാണ്. ഏത് മന്ത്രം കൊണ്ടാണ് ഈ പൂജിക്കുന്നത്? നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ എന്നൊക്കെ കാണിക്കുന്നതാണ്. ഒരു മന്ത്രവും ഇല്ല പൂജിക്കാൻ. തന്ത്രശാസ്ത്രത്തിൽ ഒരു മന്ത്രവും ഇല്ല പൂജിക്കാൻ. വിഡ്ഢികളുടെ ലോകത്തേക്കാണ്. ആരൊക്കെയോ നമ്മളെ നയിക്കുന്നു, നമ്മളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിലടത്ത് കണ്ടുവരുന്ന മോഡേൺ കണ്ടുവരുന്ന ആചാരത്തിന്റെ ദുഷിപ്പ് തിരിച്ചറിയണം നമ്മളിതൊക്കെ. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. യജ്ഞം എന്ന് പറയുന്നത് ജ്ഞാനത്തിലേക്ക് എത്താനാണ്. ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ അജ്ഞാനത്തിന്റെ ഭാഗമായി ചേരുന്നത് മുഴുവൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയെയും തിരിച്ചറിയാൻ ഉള്ള വേദിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ധമായ വിശ്വാസം കൊണ്ട് കണ്ണടച്ച് ഈശ്വരനെ വിളിക്കുക, അല്ലെങ്കിൽ ദോഷം കിട്ടുമെന്ന് പഠിപ്പിക്കാനല്ല യജ്ഞം. ദോഷത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാനല്ല യജ്ഞം, സത്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാനാണ്. ഇപ്പൊ കാണുന്നത് ആനയെ കൊണ്ട് നിർത്തിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ആനയെ വിലങ്ങിട്ട് നിർത്തി അതിന്റെ മുമ്പിൽ ഇത് ഗണപതി ഹോമം നടത്തും. എന്നിട്ട് പറയും പ്രത്യക്ഷ ഗണപതി ഹോമം. ഈ അടുത്ത കാലത്ത് ഒരിടത്ത് കണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രത്തിന്റെ തന്ത്രി ഈ മഹാ അപരാധം ചെയ്യുന്നത് കണ്ടപ്പോ സത്യത്തിൽ വിഷമം തോന്നി. ഒരു മഹാക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളസങ്കേതമായി മാറുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനെ നോക്കേണ്ടവനും പാലിക്കേണ്ടവനും പൂജിക്കേണ്ടവനും എല്ലാം ഭഗവാനെ മോട്ടിക്കുന്നവനായാലുള്ള അവസ്ഥ എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഗണപതി ഹോമം നടക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു ആനയെ കൊണ്ട് വിലങ്ങിട്ട് നിർത്തിയിട്ട് പ്രത്യക്ഷ ഗണപതി, ആ പാവപ്പെട്ട മൃഗം എത്ര കഷ്ടത സഹിച്ചുകൊണ്ടായിരിക്കും ആ വിലങ്ങിട്ട് അവിടെ നിന്ന് ആ പുകയൊക്കെ അടിച്ചിട്ട്. സത്യത്തിൽ ഈ പുകയടിക്കുന്ന സ്ഥലത്ത് ഈ തീ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പേടിയുള്ള സാധനമാണ് യഥാർത്ഥത്തിൽ, അല്ലേ? ആനയെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആനയെ ഓട്ടിക്കുന്ന തീപ്പന്തം കത്തിച്ച് കാണിച്ചിട്ടായിരുന്നു. ഇതിന് ഓടാതെ അവിടെ നിൽക്കുന്നുണ്ട്. 2 കാലിന് വിലങ്ങിട്ട് അനങ്ങാൻ പറ്റാത്ത നമുക്ക് കെട്ടിക്കിട്ടിട്ട് കൊണ്ടിട്ടാൽ നമ്മൾ ഏത് ഉറുമ്പ് കൂട്ടിൽ കിടക്കത്തില്ലേ? കിടക്കത്തില്ലയോ? കയ്യും കാലും കെട്ടിയിട്ട് അനങ്ങാൻ വയ്യാത്ത പരുവത്തിൽ നമ്മളെ കൊണ്ട് ഉറുമ്പ് കൂട്ടിയിട്ടും ഒക്കെ നമ്മളവിടെ കിടക്കും. അതുപോലെ ദ്രോഹിക്കുകയാണ്. ആരുടെ പേരിൽ? ഭഗവാന്റെ പേരിൽ. അനഞ്ഞാലോ വലിയ തോട്ടിയിട്ട് 2 കുത്തുകൂടെ കൊടുക്കും. ആ ഗണപതി കിട്ടാ കുത്തുന്നത്. ഈശ്വരാരാധന ഒരു ജീവിയെയും നിന്ദിക്കുവാനും ദ്രോഹിക്കുവാനും ഉള്ളതല്ല, സ്നേഹിക്കുവാനുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലഡുവും തണ്ണിമത്തിനും കൊണ്ടുവന്ന് വായി വെച്ചു. അതിന് നിൽക്കാൻ പറ്റാത്ത അസൗകര്യം ഉണ്ടാക്കുന്ന പുക, തീ, മേളങ്ങൾ, ഇതിൻ്റെ ഇടയിലാണ്. ഇതൊക്കെ ഈശ്വരാരാധനയുടെ പേരിൽ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചില മേളക്കുഴുപ്പുകളാണ്. യഥാർത്ഥ ഈശ്വരബോധത്തെ മറയ്ക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇത്തരം പ്രവണതകളിലൂടെ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും യജ്ഞം നടത്തിയ ദൈവത്തെ കുറ്റം പറയാൻ വേണ്ടിയാണോ. അങ്ങനെ ധരിക്കരുത്. ശരിയായ തലത്തിൽ ഓരോ ക്ഷേത്രങ്ങളും അത് ഉയരുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത ധനം ഉയരുകയല്ല, സ്വഭാവവും ഗുണവും ഉയരണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നാട്ടിലെല്ലായിടത്തും ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. അതിന്റെ വലിപ്പം കൂടുന്നുണ്ട്, ഉയരം കൂടുന്നുണ്ട്. അത് നല്ലതാണ്.
അതിനനുസരിച്ച് നാട്ടിന് ഭൗതികമായ ഉയർച്ചയുണ്ടാവും. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ ക്ഷേത്ര കർമ്മത്തിനോട് ചേർന്ന് ആ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവം, ജീവിത ശൈലി, അവയെ കൂടി ഉയർത്താൻ നമുക്ക് സാധിക്കണം. വേണ്ടേ? അതല്ലേ യഥാർത്ഥ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഓരോ കുടുംബത്തിലും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തോടുകൂടി ജീവിതകാലം വളർന്നു വരണം. അവരുടെ സംസ്കാരവും ചിന്തയും പെരുമാറ്റവും അത്തരത്തിലാവണം. അതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ട പ്രക്രിയ. ആ പ്രക്രിയ നടത്താനാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ശരി, ഇവിടെ അപമാനമേറ്റ് തിരികെ വരരുതെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അറിയാം അപമാനമേറ്റാൽ ആര് വരില്ല? ഭഗവതി വരില്ല. എന്താ കാരണം? മുമ്പേ പറഞ്ഞു, ഭഗവാനോടൊപ്പം ചേർന്ന് നിന്ന ശക്തിയാണ് ഭഗവതി. ആ ഭഗവതി അത് വിഷ്ണുവിനോടൊപ്പവും ശിവനിൽ നിന്നും ഇടക്കാലത്ത് വെച്ച് മറഞ്ഞു. എന്താ കാരണം? ഹാലാഹലന്മാരെന്ന് പറയുന്ന അസുരന്മാരോട് യുദ്ധം ചെയ്ത് തിരികെ വരുന്ന വേളയിൽ ഭർത്താക്കന്മാരുടെ യുദ്ധവിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ അവിടെ ഗൗരിയും. ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ആ ഉമയും രമയും. പക്ഷേ ഭർത്താക്കന്മാർ വന്നപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൂടി കൊണ്ടാണ് നിങ്ങൾക്ക് വിജയമുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അവർ അംഗീകരിച്ചില്ല. അവർ പരിഹസിച്ചു. അന്ന് രണ്ടുപേരും വിട്ടുമറഞ്ഞു. അവരാണ് പിന്നീട് ദക്ഷപുത്രിയായ ഒരാൾ ഇവിടെ വരുന്നു, ഒരാൾ പാലാഴി മദനത്തിലൂടെ തിരിച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞ അപമാനമേറ്റ് തിരികെ ഇവിടേക്ക് വരരുത്. അങ്ങനെ നേരെ സതീദേവി എവിടേക്ക് പോയി? ദക്ഷന്റെ യാഗസ്ഥലത്തേക്ക് ചെന്നു. ചെന്നപ്പോഴും ദക്ഷൻ മൈൻഡ് ചെയ്തില്ല. ദക്ഷന്റെ പുത്രിമാര് ഈ ദക്ഷണ ഭയന്ന് അവരും മിണ്ടിയില്ല. അമ്മ പോലും അടുക്കുന്നില്ല. ആ അവസ്ഥ വന്നപ്പോൾ ദക്ഷനോട് ചോദിച്ചു, അങ്ങ് എന്ത് യാഗമാണ് ചെയ്യുന്നത്? സർവയാഗവും മംഗളമാകണമെങ്കിൽ ലോകമംഗളകാരകനായ മഹാദേവനില്ലാതെ ഒരു കാര്യവും മംഗളമാവുകയില്ല എന്നങ്ങയ്ക്കറിയില്ലേ? അതറിയാനുള്ള ജ്ഞാനം പോലും ഇല്ലാത്ത ആളായി ബ്രഹ്മപുത്രനായി അങ്ങ് അധപ്പതിച്ചുവോ എന്ന ഓർമ്മപ്പെടുത്തൽ സതി നടത്തി. എന്താ ശിവൻ മംഗളകാരിയാണെന്ന് പറഞ്ഞത്? ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മംഗളം എന്നാണ്. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മംഗളം എന്നാണ്. അപ്പൊ ലോക മംഗളകാരിയാണ് ശിവൻ. ആ ശിവനെയാണ് ദക്ഷൻ അമംഗളൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? മംഗളമില്ലാത്തവനെന്ന് വിശേഷിച്ച് അവമാനം. ഇതിന് മറുപടിയാണ് ആര് പറയുന്നത്? സതി പറയുന്നത്. പക്ഷെ ദക്ഷൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. വിനാശകാലേ വിപരീതം. ദക്ഷൻ വീണ്ടും പരിഹസിച്ചു. ആര്? ശിവനോ? അവനെ പോലെ വൃത്തികെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും? കഴുത്തി പാമ്പിനെയൊക്കെ പിടിച്ച് നീ അല്ലാതെ ആരെങ്കിലും ജീവിക്കൂ? കഴുത്തി പാമ്പിനെയൊക്കെ ഇട്ട് ചുടല ഭസ്മം, ചുടുകാട്ടിലെ ഭസ്മം പൂശി അല്ലേ? ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളൊക്കെ മരണ വീട്ടിൽ പോയാൽ കുളിക്കാതെ വീട്ടിൽ കയറുമോ? അമ്പലത്തിൽ കയറുമോ? വസ്ത്രം മാറാതെ പോലും എങ്ങും പോവില്ല അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചുടുകാട്ടിലെ ഭസ്മം പൂശിയ ശിവൻ എങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? ചുടുകാട്ടിലെ ഭസ്മമാണ്, ശിവ ആണല്ലോ, ഭസ്മമാണല്ലോ. അത് പൂശിയ നമ്മൾ ചുടുകാട്ടിൽ പോയാൽ കുളിക്കാതെ അമ്പലത്തിൽ കയറില്ല, വീട്ടിൽ കയറില്ല. അങ്ങനെയാണെങ്കിൽ ചുടുകാട്ടിലെ ഭസ്മം പൂശിയ ശിവൻ എങ്ങനെയാണ് അമ്പലത്തിനകത്തിരിക്കുന്നത്? ശിവനോട് ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളും ചില സവിശേഷതകളും അതിൻ്റെ ഉത്തരം കൂടി കണ്ടെത്താനുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ ദേവസങ്കല്പത്തെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ? അങ്ങനെ ചിന്തിച്ചാൽ ഇനി ദോഷം വന്നാൽ ആകെയുള്ള പ്രശ്നം ഇതാണ്. ആകെ നമ്മുടെ ഉള്ളിൽ ആകെയുള്ള പ്രശ്നം ദോഷം വരുമോ അല്ലേ? അങ്ങനെ ഒരു ഭയം ഉണ്ട്. അതിനെ അങ്ങ് മാറ്റി വെച്ചാൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം നമ്മൾ. ഇത്രയും പ്രായത്തിൽ നമ്മളിതില്ല. ഞാനൊരിക്കലൊരു ശാസ്താംകോട്ട തടാകത്തിൻ്റെ തീരത്ത് വിളന്തറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ശിവപുരാണത്തിൽ പ്രഭാഷണം നടത്തി, ശിവപുരാണ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെയുള്ളൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. അവൻ നാളെ ഇതുവരെ യജ്ഞശാലയ്ക്കകത്തിരുന്ന് ഞാൻ കണ്ടിട്ടില്ല.
11 ദിവസത്തെ യജ്ഞമാണ്. ഈ ചോദ്യം എന്നോട് വരുന്ന 5-ാമത്തെ ദിവസം. പക്ഷേ ഈ 5 ദിവസത്തിനുള്ളിലും ഞാൻ അവനെ യജ്ഞശാലയിൽ കണ്ടിട്ടില്ല. ഈ യജ്ഞശാലയിൽ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങളുടെ ഈ ഓഡിറ്റോറിയം നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു പറമ്പുണ്ട്, ഒരു തെങ്ങും പറമ്പുണ്ട്. അവിടെ കിടന്ന് ഏറുപന്ത് കളിക്കലായി കുട്ടികളുടെ പരിപാടി. ഇവിടെ ഇരുന്നാൽ എനിക്കത് കാണാനും പറ്റും. മനസ്സിലായില്ലേ? ഇവർ യജ്ഞശാലയിലേക്ക് വരും. എപ്പോഴാണെന്ന് വെച്ചാൽ അവസാനം ദീപാരാധന സമയമാകുമ്പോൾ ഈ ദീപാരാധന കഴിഞ്ഞ് തിരിച്ച് അകത്തൂടെ തൊഴുത് ഈ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ അമ്പലത്തിനകത്ത് പായസവും ഉണ്ണിയപ്പം കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊടുക്കും. അപ്പം അത് കിട്ടണമെങ്കിൽ ഇതിനകത്ത് കയറണം. ആ സമയത്ത് മാത്രമാണ് ഈ കുട്ടികൾ അതിനകത്ത് കയറുന്നത്. പക്ഷേ അവൻ ആ കളിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ശ്രദ്ധയിൽ നിന്നാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരിടത്ത് വന്ന് ഇരുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം, നമുക്ക് ഓരോ കാര്യത്തിലേക്കും ഇരുന്നത് മോശമാണെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം, അതിലേക്കുള്ള ശ്രദ്ധയും ഉണ്ടാവണം. ശരി. അപ്പോൾ എന്തായാലും അവിടെ ശിവനെ കുറിച്ച് ഇത്തരത്തിൽ അപമാനിച്ചു. ഭഗവതി ക്രോധത്തോടുകൂടി തന്റെ ശരീരത്തെ തന്നിൽ തന്നെയുള്ള അഗ്നിയെ ജ്വലിപ്പിച്ച് അതിനകത്ത് ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ ജ്വലിപ്പിച്ച സമയത്ത് വളരെ വേഗത്തിൽ കൂടെ നന്ദികേശനും മറ്റുള്ളവരുണ്ടായിരുന്നു. ഇവർ ബഹളം കൂട്ടി ദക്ഷനുമായി അവർ ദക്ഷന്റെ പടയാളികളുമായൊക്കെ യുദ്ധം ചെയ്തു. ഈ സമയത്ത് തന്നെ നാരദന് ശിവന്റെ അടുത്തെത്തി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. ആ സമയത്ത് തന്നെ ഈ ഭൂതഗണങ്ങൾ ഓടിയെത്തി ഭഗവതി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ ക്രോധസ്വരൂപനായി മാറി തൻ്റെ ആ താണ്ഡവത്തിലേക്ക് എത്തുകയും ഭഗവാന്റെ തിരുജടയിൽ നിന്ന് അവിടെ ഭദ്രകാളിയും വീരഭദ്രനും ജനിച്ചു. ഭഗവാൻ ദക്ഷന്റെ ദുർമതം തീർക്കാൻ വേണ്ടി വീരഭദ്രനെയും ഭദ്രകാളിയെയും അയച്ചു. അങ്ങനെ വീരഭദ്രനും ഭദ്രകാളിയും കൂടി എത്തി ദക്ഷന്റെ യാഗസ്ഥലത്തെത്തി. ആ ദക്ഷന്റെ യാഗസ്ഥലമാകമാനം തച്ചു തകർത്തു. ദേവന്മാരും മറ്റുള്ളവരെ എല്ലാം അവിടെ നിന്ന് പാലായനം ചെയ്യിച്ചു. ഒടുവിൽ വീരഭദ്രൻ ദക്ഷനെ പിടികൂടി നിലത്തിട്ട് കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചിട്ടും മുറിയാതെ വന്നപ്പോൾ ആ തല പിഴുതെടുത്ത് അഗ്നിയിലേക്കിട്ട് ഹോമിച്ചു. അങ്ങനെ ദക്ഷന്റെ കഥ ആര് കഴിച്ചു? വീരഭദ്രൻ കഴിച്ചു. ഭഗവാനാകട്ടെ ശിവൻ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി അവിടെ എത്തി. അവിടെ സാക്ഷാൽ സതീദേവിയുടെ ശരീരം തൻ്റെ കൈകളിൽ എടുത്തു വെച്ചുകൊണ്ട് അവിടെ താണ്ഡവമാടാൻ തുടങ്ങി. ആ താണ്ഡവത്തിന്റെ കോപത്തിൽ നിന്ന് ഭഗവാനെ ശാന്തനാക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാൻ ആ തൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തെ ചിതറിത്തെറിപ്പിച്ച് ആ അഗ്നി ഭാവമായ ദേവീ ശരീരം 52 സ്ഥലങ്ങളിൽ വീണ് അത് ശക്തിപീഠങ്ങളായി മാറി. അത് കഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ശാന്തനാക്കി. ലോകഹിതത്തിന് വേണ്ടി നടത്തപ്പെട്ട യാഗം മുടങ്ങാൻ പാടില്ല. ദക്ഷന്റെ ദുരുദ്ദേശം ഉണ്ടായിരുന്നു, ദക്ഷന്റെ മരണം കഴിഞ്ഞു. അതുകൊണ്ട് യാഗം മുടങ്ങാതിരിക്കണം. അതിനുവേണ്ടി യജമാനനാണ് ആര്? ദക്ഷനായിരുന്നു. അതുകൊണ്ട് ദക്ഷന് വീണ്ടും ജീവൻ കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന ഭഗവാനോട് വെച്ചു. കാലത്തിന്റെ ഗതി അനുസരിച്ചിട്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമിക്കുന്നതിന് മടി ആർക്കുണ്ടായില്ല? ശിവനുണ്ടായില്ല. ശിവൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മദേവനോട് പറഞ്ഞു, അങ്ങൊരു ആടിന്റെ ശിരസ് വെച്ച് ആരെ പുനർജീവിപ്പിക്കാൻ? ദക്ഷനെ പുനർജീവിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആടിന്റെ ശിരസ് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ചു. ഇവിടെ നമുക്കൊരു ചിന്ത വരാം, ആടിന്റെ ശിരസ് വെച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ജീവിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ പറയാം ഭഗവാനല്ലേ, ഈശ്വരൻ അങ്ങനെയൊക്കെ പറ്റും. ആ പറച്ചിലാണ് ആദ്യം കളയേണ്ടത്. ഈ പറച്ചിൽ വന്നാൽ പിന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോവില്ല. അവിടെ ഈ പറച്ചിലാണ് അന്ധവിശ്വാസം നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ പറച്ചിൽ എപ്പോഴും നമ്മൾ അറിവിലേക്ക്, അത് അവർക്ക് പറ്റും, അതങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിലേക്ക് പോകാനുള്ള ചിന്ത നഷ്ടപ്പെടും. അവിടെയാണ് നമ്മുടെ എല്ലാ അറിവുകളും കൊട്ടി അടയ്ക്കപ്പെടുന്നത്. വാതിലുകളാണ്. ജിജ്ഞാസ ഉണ്ടാവണം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ജിജ്ഞാസ ഉണ്ടെങ്കിലേ അറിവ് നേടാൻ സാധിക്കൂ. ജിജ്ഞാസയുള്ളവന് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. അവൻ കാണുന്നതിനും കേൾക്കുന്നതിനും ചിന്തിക്കുന്നതിനും എല്ലാം എന്തുണ്ടാക്കും? അറിവുണ്ടാക്കിയെടുക്കും. മനസ്സിലല്ലേ? പ്രത്യേകിച്ച് ഒരു പാഠപുസ്തകം റഫർ ചെയ്ത് മാത്രമല്ല അറിവ് നേടാൻ പറ്റും. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പോലും അറിവ് നേടാൻ സാധിക്കും. കാഴ്ചകളിൽ നിന്ന് അറിവ് നേടാൻ സാധിക്കും. അപ്പൊ അതെപ്പോഴും നമ്മളിൽ അറിയാനുള്ള ആഗ്രഹത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ വീടുകളിൽ കൊച്ചു കുട്ടികൾക്ക് ഈ ഒരു ശീലമുണ്ട്. കുഞ്ഞുനാളിൽ ഇല്ലേ? കാണുന്നതൊക്കെ എന്താണ്, ഇതെന്താന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇപ്പം ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ അമ്മമാരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാണ് അല്ലേ? നമ്മളെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി വന്ന് ചോദിക്കുക, ഈ 5 തലയുള്ള പാമ്പിന്റെ ദേഹത്ത് എങ്ങനെയാണ് ഈ വിഷ്ണു ഭഗവാൻ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ
ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല മോനെ, നമുക്ക് ചോദിച്ച് കണ്ടുപിടിക്കുക എന്നല്ല പറയുന്നത്. അങ്ങനൊന്നും പറയല്ലേ, ദോഷം കിട്ടും. അതായിരിക്കും ഒന്നുകിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ചെറുക്കൻ്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കും. കൊച്ചുവായിലാണോടാ വലിയ വർത്താനം പറയുന്നത്, മിണ്ടാതെ വന്നോണം, ഇതാ നിന്നെ എങ്ങും കൊണ്ടുപോകാത്തത്. ഇത് രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിലേക്കുള്ള വളർച്ചയെ നശിപ്പിക്കലാണ്. ഒരിക്കലും ചെയ്യരുത്. തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, അവരെ ഉള്ളിൽ തുറന്നത് അവർ തുറന്ന് ചോദിക്കാൻ അവർ തയ്യാറായാൽ നാളെ തെറ്റായ ഒരു കാര്യത്തിൽ അവർ പെട്ടാലും അവർ നമ്മളോടത് തുറന്നു പറയും. തിരുത്താൻ നമുക്ക് സാധിക്കും. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും മക്കളും എപ്പോഴും ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം. മനസ്സിലായോ? ഏതെങ്കിലും ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ വിളിച്ചിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കേ. ഇപ്പോഴത്തെ കുട്ടികളിൽ ഒരു വലിയൊരു ശതമാനം കുട്ടികളും പറയുന്നത് അവനെ വഴിതെറ്റിക്കുന്ന ആളിനെയായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്താ കാരണം? ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. എന്ത് ചെയ്താലും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തുന്ന സുഹൃത്താണെങ്കിൽ അവൻ നമ്മളെ നന്നാക്കും. ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. നല്ല സുഹൃത്ത് നല്ല അധ്യാപകന് തുല്യമായിരിക്കണം. നല്ല അധ്യാപകനും നല്ല സുഹൃത്തിന് തുല്യമായി മാറാം. ഇത് രണ്ടും ഒന്നും സംഭവിക്കുന്നില്ല. ശരിയല്ലേ? മാതാപിതാക്കൾ ഇതിന് രണ്ടിനും മുമ്പേ സുഹൃത്തുക്കളാവണം. സൗഹൃദം ഉടലെടുക്കുന്ന എന്തിനാ? എടാപോടാ വിളിയിലല്ല, സ്നേഹത്തിലാണ്. നല്ല സ്നേഹം കൊണ്ട് മാതാപിതാക്കള് മക്കളെ സുഹൃത്തുക്കളാക്കിയാൽ അവർ ജീവിതത്തിൽ ഓരോ ദിവസം അവരുടെ മുന്നിലൂടെ കടന്നു വരുന്നത് എല്ലാം അവർ തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് ഏതെങ്കിലും ഒരു തെറ്റായ ഘടകം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല, അതല്ല മോനെ ശരി, അതല്ല മോളെ ശരി എന്ന് പറഞ്ഞ് നേർവഴിക്ക് നയിക്കാൻ പറ്റില്ലേ? അല്ലേ? ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ചരട് കയ്യിലുള്ളപ്പോൾ പട്ടം നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ചരട് പൊട്ടിക്കഴിഞ്ഞിട്ട് ചരടിന്റെ തുമ്പത്ത് പിടിച്ചോണ്ട് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ശരി, അപ്പൊ ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാൻ അവിടെ ക്ഷമിച്ചു. ഭഗവാന്റെ അടുത്ത് പറഞ്ഞു യാഗത്തിന് ഇത്തരത്തിലുള്ള കാര്യം. അവിടെ ആടിന്റെ ശിരസ് വെക്കാൻ പറഞ്ഞു. എന്തിനാണ് ഈ ആടിന്റെ ശിരസ് വെക്കാൻ പറഞ്ഞതിന്റെ കാരണം? ഇവിടെ ഉത്തമമായ ശിരസ് എന്ന് പറയപ്പെടുന്നത് സദ്ബുദ്ധിയുള്ള ശിരസിനെയാണ്. മനസ്സിലായില്ലേ? സദ്ബുദ്ധിയുള്ള ശിരസ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ശിരസ് അല്ലെങ്കിൽ അത് ഉത്തമമായ ശിരസാണോ? ആണോ? അല്ല. അപ്പൊ ദക്ഷന് ബ്രഹ്മപുത്രൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച അദ്ദേഹത്തിന്റെ ശിരസിനെ വിവേകബോധത്തെ കൊണ്ട് അതിനെ ഉജ്ജ്വലിപ്പിച്ച് പ്രഭയോടെ നിലനിർത്താൻ സാധിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ശിവനെ നിന്ദിക്കുമായിരുന്നോ? ദേവിയെ നിന്ദിക്കുമായിരുന്നോ? അഹങ്കാരത്തിൽ പോയി വീഴുമായിരുന്നോ? അപ്പൊ അഹങ്കാരത്തിലേക്ക് എത്തപ്പെട്ടാൽ പുറമേ ഇരിക്കുന്ന ഈ ശിരസ് പുറമേ കാണാൻ കൊള്ളായിരിക്കും, പക്ഷെ അത് ഉത്തമ ശിരസല്ലാതായി മാറും. ആ ശിരസ് മൃഗതുല്യമാണ്. നമ്മുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയത്തില്ലേ, ഓ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ മൃഗമാണെന്ന് പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? അതിനർത്ഥം എന്താ? വാലും രണ്ട് കൊമ്പും വന്നത് കൊണ്ടാണോ? 4 കാലിൽ നടന്നു തുടങ്ങിയെന്ന് കണ്ടിട്ടാണോ പറയുന്നത്? സ്വഭാവം കൊണ്ട് നശിച്ചു ഇല്ലേ? പറയില്ലേ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ, മൃഗമാണോ ആയിരിക്കും എന്നൊക്കെ പറയില്ലേ? നമ്മൾ ചില പത്രത്തിലെ വാർത്തയൊക്കെ വായിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ആത്മകഥം പറയാറില്ലേ? എന്താ കാരണം? പെരുമാറ്റം കൊണ്ട് ദുഷിച്ചു. അപ്പൊ പെരുമാറ്റം കൊണ്ട് ദുഷിച്ചത് ആ ദക്ഷന് ആ ഉത്തമ ശിരസ് എന്ന് പറയുന്നത് അലങ്കാരമല്ല, പകരം എന്തായി മൃഗശിരസായി മാറ്റപ്പെട്ടു എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? മൃഗശിരസ് വെച്ചു എന്ന് പറയും. അല്ലാതെ തല വെച്ച് കളഞ്ഞ് പുതിയ തല വെച്ചു എന്നല്ല അവിടെ അർത്ഥം എടുക്കേണ്ടത്. അങ്ങനെ ഒരു അർത്ഥം എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? മനസ്സിലായില്ലേ? ഭാഗവതത്തിലെ ഓരോ കഥകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കാനുള്ള അറിവ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് സ്വീകരിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പോ ആ മൃഗ തുല്യമായ അവസ്ഥയിലേക്ക് ദക്ഷൻ ബ്രഹ്മപുത്രനായിട്ട് പോലും അഹങ്കാരം കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരത്തിലേക്ക് പോയാൽ നമ്മൾ എവിടെ ചെന്ന് പതിക്കും? അതുകൊണ്ട് അഹങ്കാരത്തെ കളയണം. എങ്ങനെ? പിരിച്ച് കളയണം അഗ്നിയിലേക്ക്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനത്തിന്റെ പ്രതീകം. അല്ലാതെ ഹോമകുണ്ടത്തിൽ ഇട്ടെന്നല്ല ഇതിന്റെ സങ്കല്പം കൊടുക്കുന്നത്. അഗ്നി ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അഹങ്കാരത്തെ ശുദ്ധീകരിക്കാൻ ലോകത്ത് ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. എന്തുകൊണ്ടാണ്?
ജ്ഞാനം കൊണ്ട്. മനസ്സിലായില്ലേ? അവിടെ യാഗത്തിന്റെ കുണ്ടത്തിലായിട്ടത് വേറെ എന്തെങ്കിലാണോ ഇട്ടത്? ആണോ? അല്ല. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? യോഗത്തിനുള്ളതാണ് യാഗം. യോഗം കൂടിച്ചേരാനുള്ളതാണ്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് കൂടിച്ചേരാനുള്ളതാണ് യാഗവും യോഗവും. മനസ്സിലായില്ലേ? ഈശ്വരനിലേക്കുള്ളതല്ലേ? അത് മനസ്സിലായില്ലേ? അപ്പൊ ഈശ്വരനിലേക്ക് കൂടിച്ചേരണമെങ്കിൽ എന്തുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കപ്പെടണം? ജ്ഞാനം കൊണ്ട്. അതാണ് ഭാഗവതം എന്ന ജ്ഞാനത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യം എന്ന് നമ്മൾ ബോധ്യപ്പെടുക.